ഒരുമിച്ച് നിൽക്കാം ഒന്നിച്ചെതിർക്കാം എന്ന ഉറച്ച സന്ദേശവുമായി SDPI ഉളിയന്നൂർ സംയുക്ത ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൗരസംഗമവും ഇഫ്താർ വിരുന്നും സംഘടിപ്പിച്ചു. യോഗത്തിന്റെ ഉദ്ഘാടന കർമ്മം വൈപ്പിൻ മണ്ഡലം കമ്മിറ്റി അംഗം അറഫ മുത്തലിബ് നിർവഹിച്ചു. SDPI ഉളിയന്നൂർ സംയുക്ത ബ്രാഞ്ചിന്റെ നേതൃത്വത്തിലാണ് പൗരത്വ സംഗമവും ഇഫ്താർ വിരുന്നും സംഘടിപ്പിച്ചത്. ഒരുമിച്ച് നിൽക്കാം ഒന്നിച്ചെതിർക്കാം എന്ന സന്ദേശവും അവർ മുന്നോട്ട് വെച്ചു. ഇന്ത്യയിലെ ജനതയെ വിഭജിക്കുന്ന നികൃഷ്ട നിയമം CAA-ക്കെതിരെ മതേതര സമൂഹം ഒന്നിച്ചു നിൽക്കണമെന്നും പൗരത്വം നഷ്ടപ്പെടാൻ സാധ്യതയുള്ള കുറഞ്ഞ ശതമാനം ആളുകൾക്കു വേണ്ടി മുഴുവൻ ഫാസിസ്റ്റ് വിരുദ്ധരും NRC, CAA, NPR-മായി ബന്ധപ്പെട്ട മുഴുവൻ പ്രക്രിയകളോടും നിസ്സഹകരണം പ്രഖ്യാപിക്കണമെന്നും വൈപ്പിൻ മണ്ഡലം കമ്മിറ്റി അംഗം അറഫ മുത്തലിബ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചു. ഏകദേശം 19 ലക്ഷം വരുന്ന ജനങ്ങൾ ഇന്ത്യ ദിവസങ്ങളിൽ ഇന്ത്യയുടെ പൗരന്മാരല്ല, ദേശീയ പൗരത്വ പട്ടികയിൽ നിന്നും പുറത്താണ് എന്ന് പറഞ്ഞിട്ട് പ്രഖ്യാപിക്കുന്നത്. സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് മുതലേ തലമുറകളായി ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ആളുകൾ, അതിൽ മുസ്ലിമുകളുണ്ട്, ഹിന്ദുക്കളുണ്ട്. 19 ലക്ഷം ആളുകളിൽ 11 ലക്ഷവും ഹിന്ദുക്കളാണ്, 8 ലക്ഷം മാത്രമാണ് മുസ്ലിങ്ങളുള്ളത്. അതിൽ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്ന, ഏതെങ്കിലും പഞ്ചായത്തിന്റെ പ്രസിഡന്റ് കേട്ടോ, ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്ന ഫഖ്റുദ്ദീൻ അലിയുടെ ബന്ധുക്കൾ വരെയുണ്ട് പൗരത്വം പോയത്. കടുങ്ങല്ലൂർ ഈസ്റ്റ് പഞ്ചായത്ത് പ്രസിഡന്റ് കബീർ കോനായി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഉളിയന്നൂർ ബ്രാഞ്ച് പ്രസിഡന്റ് ബഷീർ, മണ്ഡലം സെക്രട്ടറി ഷാനവാസ് കൊടിയൻ, കടുങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സിയാദ് പറമ്പത്തോടത്ത്, റമീന അബ്ദുൽ ജബ്ബാർ, വെൽഫെയർ പാർട്ടി ബ്രാഞ്ച് പ്രസിഡന്റ് അബുലൈസ്, പ്രോഗ്രാം കോർഡിനേറ്റർ ഷാജി ഉളിയന്നൂർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന ഇഫ്താർ സംഗമത്തിൽ സമൂഹത്തിന്റെ വിവിധ നാനാതുറകളിൽ നിന്നുമുള്ള നൂറുകണക്കിന് പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ആലുവ. Nakshatra Gold and Diamonds. Online delivery available all across India.